ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. UK വിസിറ്റിംഗ് വിസയുടെ A to Z പ്രൊസീജിയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് UK വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 12,000 രൂപയ്ക്ക് ഉള്ളിലേ ആകത്തുള്ളൂ. അപ്പോൾ ഇതിന് പ്രധാനമായും 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. സെക്കൻഡ് നമ്മുടെ ബയോമെട്രിക്, അതായത് VFS അപ്പോയിൻമെൻറ്റ് എടുക്കുക. പിന്നെ ഏതാണോ ആ ദിവസം വരുന്നത് അന്ന് പോയി അപ്പോയിൻമെൻറ്റ് ചെയ്യുക. അപ്പം ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മൾ UK ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് സ്ക്രീനിൽ നോക്കാം. UK വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ ആർക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ പാസ്പോർട്ടും അവരുടെ പേരൻസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ ആദ്യമേ അത് കയ്യിലെടുത്ത് വെക്കുക. എന്നിട്ട് ഫസ്റ്റ് ഗൂഗിളിൽ UK ടൂറിസ്റ്റ് വിസ എന്ന് അടിക്കുക. കാണുന്ന ഫസ്റ്റ് ലിങ്കിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ UK സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസ എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസ അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്നാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 3 മാസം മുമ്പ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് UK വന്നിട്ട് ഈ വിസയും കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്, അവിടെ വായിക്കുക. അതിൽ പ്രധാനമായി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഓർക്കുക. പിന്നെ ഇതിന് എത്ര ഫീസ് ആവുമെന്നാണ്, ഏകദേശം 115 പൗണ്ട് ആവും ഈ ഒരു UK സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയ്ക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ലിങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യും. ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്താണ് നമ്മൾ ബയോമെട്രിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. അത് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇന്ത്യയിൽ എവിടാന്നുള്ള ബയോമെട്രിക്സ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ടാബ് അടുത്ത് വരും. അവിടെ നിങ്ങൾ ഐ ഹാവ് ഐഡൻറ്റിഫൈഡ്, നിങ്ങൾ എവിടെയാണ് ബയോമെട്രിക്സ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കും. അപ്പോൾ ഒന്നും കൂടെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ വിസയം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രധാനമായ പോയിന്റ്സ് പിന്നെ അവർ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഫാമിലി മെമ്പേഴ്സിനെ കാണാനോ ടൂറിസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് പർപ്പസോ, അതായത് വല്ല ക്ലയൻറ്റ് മീറ്റിങ്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വിസ അപ്ലൈ ചെയ്യാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തത് ഈ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. നിങ്ങൾ ബയോമെട്രിക്സ് കൊടുത്തിട്ട് 3 ആഴ്ച, അതായത് 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് UK സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസ കിട്ടും എന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 180 ഡേയ്സ് ആണ് ഈ ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന വിസയുടെ. അപ്പോൾ നമ്മളിവിടെ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ID, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അവരുടെ ഇമെയിൽ ID കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം. ഏത് ഇമെയിൽ ID ആണോ നമ്മൾ കൊടുക്കുന്നത് ആ ഇമെയിൽ IDയിലായിരിക്കും നമ്മുടെ UK വിസയുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഇമെയിൽ ID കൊടുക്കുക, എന്നിട്ടൊരു പാസ്വേഡും കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇമെയിൽ ID കൊടുത്തു, പാസ്വേഡും കൊടുത്തു കഴിയുമ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഇമെയിൽ ID ആണോ വേറൊരാളുടെ ആണോ, അതായത് നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി വിസ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഇമെയിൽ ID ഉണ്ടോ എന്നാണ്. അവിടെ ഇല്ലെന്ന് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ടെലിഫോൺ നമ്പർ കൊടുക്കുക, നാട്ടിലുള്ള ടെലിഫോൺ നമ്പർ തന്നെ കൊടുക്കാം. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുമ്പോൾ പിന്നെയും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ടെലിഫോൺ നമ്പർ ഉണ്ടോ എന്ന്. ഇവിടെ ഞാൻ നോ ആണ് കൊടുക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അതിനകത്ത് 2 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. SMS അല്ലെങ്കിൽ കോൾ വഴിയോ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ളത് ഓപ്ഷനാണ്. സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനിയാണ് ഇവിടെ പേര് ചോദിക്കുന്നുണ്ട്, യുവർ നെയിം ആണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ കാണിക്കുന്നത് എനിക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷനാണ്. അപ്പം യുവർ നെയിം എന്നുള്ളടത്ത് ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഇവിടെ വിസ അപ്ലൈ ചെയ്യുന്നത് അവരുടെ പേരാണ് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള പോലെ കറക്റ്റായിട്ട് അടിക്കാൻ നോക്കുക. കാരണം ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് വന്നു, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പാസ്പോർട്ടിലുള്ള അതേ ഡീറ്റെയിൽസ് തന്നെ ഇവിടെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് നെയിം, ഗിവൺ നെയിം എല്ലാം കൃത്യമായി അതേപോലെ തന്നെ അടിക്കുക. നിങ്ങളുടെ ജെൻഡർ ചോദിക്കുന്നു, അത് കൃത്യമായി എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ചോദിക്കുന്നു, അതും അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത നമ്മുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത്, ആ അഡ്രസ്സും
പാസ്പോർട്ടിലുള്ള പോലെ തന്നെ കൊടുക്കുക. നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേറെ ഏതെങ്കിലും അഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവിടെ ഞാൻ നോ ആണ് അടിക്കുന്നത്. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾ ഈ അഡ്രസ്സിൽ എത്ര കാലമായി താമസിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായി നിങ്ങൾ എത്ര നാളാണോ അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പ്രോപ്പർട്ടി നിങ്ങളുടെ സ്വന്തമാണോ റെൻറ്റിനാണോ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതും കൃത്യമായി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അടുത്തത് നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ്. പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, പ്ലേസ് ഓഫ് ഇഷ്യൂ കൃത്യമായിട്ട് കൊടുക്കുക, എന്നാണ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തത്, എന്നുവരെ കാലാവധിയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. അവർക്ക് ഇവിടെ നമ്മളിപ്പം ഇങ്ങനെ നിങ്ങൾക്കിപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് എടുക്കണമെങ്കിൽ ഇത് സേവ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിലും വന്ന് നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ നമ്മൾ ആദ്യം കൊടുത്ത ഇമെയിൽ ഐ ഡിയിലോട്ടൊരു റെഫറൻസ് ഇമെയിൽ പോയിട്ടുണ്ട്. ആ ഇമെയിലിലെ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണം ഈ ആപ്ലിക്കേഷൻ പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടാണ് കാണുന്നത്. അടുത്ത് നമ്മുടെ ഒരു നാഷണൽ ഐഡൻറ്റിറ്റി കാർഡിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നമ്മുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസും കൂടെ എൻ്റർ ചെയ്യുകയാണ്. ആധാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുമ്പോൾ ഇവിടെ ഇഷ്യൂ ഡേറ്റ് ഒക്കെ ഉണ്ട്. അത് നമുക്കറിയാത്തതുകൊണ്ട് അത് ഫില്ല് ചെയ്യാതെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത നമ്മുടെ നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതും പാസ്പോർട്ടിലുള്ള പോലെ കൃത്യമായി എൻ്റർ ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നമുക്ക് വേറെ നാഷണാലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു, ഇല്ലെന്ന് കൊടുത്തു സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുകയാണ്. പിന്നെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ആണ് ചോദിക്കുന്നത്. അതും കൃത്യമായി എൻ്റർ ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. അടുത്ത നിങ്ങളുടെ ഇൻകവും സേവിങ്ങും ചോദിക്കുന്നുണ്ട്. ഇത് ഏകദേശം കൃത്യമായി നമ്മൾ നല്ലൊരു എമൗണ്ട് കാണിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഉള്ള എമൗണ്ട് കൊടുക്കുക. എന്നാലേ ഇത് വെച്ചിട്ടായിരിക്കാം അവർ നമ്മുടെ ഒരു അസസ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ അത്യാവശ്യം ഫണ്ട് നമ്മളിവിടെ കാണിക്കാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ യാത്ര എത്ര രൂപ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതും നല്ലൊരു എമൗണ്ട് തന്നെ എഴുതിക്കുക. അടുത്ത ചോദ്യം, നിങ്ങൾ ഒരു മാസം എത്ര പൗണ്ട് ചിലവാക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് എഴുതിയ എത്ര എമൗണ്ട് ആണ്, 10 ലക്ഷം ഇട്ടാൽ 10 ലക്ഷം / 6 കൊടുത്തിട്ട് ആ എമൗണ്ട് ഇവിടെ പൗണ്ട്സിൽ GBPയിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഈ നല്ല എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ലക്ഷമൊക്കെ ഇട്ടാൽ മതിയായിരിക്കും. അതായത് നിങ്ങൾ 4 ലക്ഷം രൂപ UK ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അത്രയൊക്കെ കാണിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. മിനിമം ഒരു 4 ലക്ഷമൊക്കെ ഇടാൻ ശ്രമിക്കുക. അത്രയൊന്നും വേണ്ട, എന്നാലും ചുമ്മാ ഇട്ടേക്ക്. ഇവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ യാത്രയിൽ വേറെ ആരെങ്കിലും ഈ വിസിറ്റിൽ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എസ് അടിച്ചിട്ട് നിങ്ങളെ UK ഇപ്പം വിസിറ്റിങ്ങിൽ നിങ്ങളുടെ മക്കളാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് എങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കൂടെ ഇവിടെ കൊടുക്കുന്നത് നല്ലത്. നമ്മളിവിടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ UK നമ്മുടെ ചിലവിന് നമ്മൾ വരുമ്പോൾ ആരാണ് നമ്മുടെ ചിലവിന് നമ്മളെ സഹായിക്കുന്നതെന്നാണ്. ഇവിടെ ഫസ്റ്റ് ഫാമിലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അന്നേരം അവരുടെ UK അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനകത്തൊരു ചോദ്യമുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പർ എത്ര രൂപ ചിലവാക്കും എന്നുള്ളത്. അപ്പം ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് ഫാമിലി മെമ്പർ എൻ്റെ കൂടെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പം ആ ചിലവ് അത് അവർക്ക് ചിലവാക്കണ്ട. അഡീഷണലായിട്ട് വേറെ എന്തെങ്കിലും പൈസയുടെ ആവശ്യം വന്നാൽ അവർ സഹായിക്കും എന്നുള്ള രീതിയിലാണ് എഴുതിയേക്കുന്നത്. ചുമ്മാ 1000 പൗണ്ടൊന്നും കൂടെ എത്ര രൂപ ചിലവാക്കും, എത്ര രൂപ അവർ നമുക്ക് വേണ്ടി ചിലവാക്കാം എന്ന് ചോദിക്കുന്ന ഓപ്ഷനിൽ 1000 പൗണ്ടും കൂടി. അടുത്ത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രാവൽ ഇൻഫർമേഷൻ, അതായത് പ്ലാൻ ചെയ്തേക്കുന്ന ട്രാവലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എന്നാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, എത്ര ദിവസം UK നിൽക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എന്നാ പോകുന്ന ദിവസം ആ ദിവസത്തിൽ നിന്ന് 180 ദിവസം കൂടെ കൂട്ടി സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൃത്യമായിട്ട് ഇടാൻ ശ്രമിക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് നമ്മുടെ സ്പോക്കൺ ലാംഗ്വേജ് ചോദിക്കുന്നത്, ഇംഗ്ലീഷ് അടിച്ചിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ യാത്രയുടെ മെയിൻ പർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഫാമിലി വിസിറ്റ് എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. അത് 2 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ഫാമിലി വിസിറ്റ് അടിക്കുക, സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. അടുത്ത് നമ്മൾ UK ചെന്നിട്ട് എന്തൊക്കെ ചെയ്യുമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം, എന്തൊക്കെയാണ് നിങ്ങളവിടെ ചെന്നിട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും ചിലവർക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു പർപ്പസ് കാണും. അതിൻ്റെ കൂടെ ഈ കോമൺ ആയിട്ട് നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കൂടെ കാണാൻ പോകുന്നു എന്നും കൂടെ എഴുതാം. ഉദാഹരണത്തിന് നിങ്ങൾ മക്കളെ കാണാൻ പോവുകയാണെങ്കിൽ മക്കളെ അടുത്ത് ടൈം ചിലവാക്കാനാണ് പോകുന്നത്. അതുകൂടാതെ തന്നെ ഞാൻ ലണ്ടൻ വിസിറ്റ് ചെയ്യാൻ പോകുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അതും പാസ്പോർട്ടിലുള്ള പോലെ തന്നെ പാർട്ട്ണറിൻ്റെ, ഇവിടെ ഹസ്ബൻഡ് എന്ന് പറയത്തില്ല, ഇവിടെ പാർട്ട്ണറേ ഉള്ളൂ. അതുകൊണ്ടാണ് പാർട്ട്ണർ ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുന്നത്.
അത് കൃത്യമായി കൊടുക്കുക. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ, അതായത് 18 വയസ്സിൽ താഴെയുള്ള പിള്ളേർ ആരെങ്കിലും ഈ പോകുന്ന വ്യക്തിക്കുണ്ടോ എന്നാണ് ചോദ്യം. അത് കൃത്യമായി കൊടുക്കുക. മിക്കവാറും കാണത്തില്ല, പിള്ളേരെല്ലാം UK-യിലായിരിക്കും ഇത് ഈ വീഡിയോ കാണുന്നവരുടെ. അതുകൊണ്ട് നോ അടിച്ച് നെക്സ്റ്റ് അടിക്കും. ഇനിയാണ് നിങ്ങളുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് വെക്കണമെന്ന്. പാസ്പോർട്ടിലുള്ള പേരൻസിൻ്റെ നെയിം അതേപോലെ തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ പേരൻസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, അതായത് ഫാദറിൻ്റെ മദറിൻ്റെ നമ്മളിവിടെ കൊടുക്കണം. കൃത്യമായി അറിയാത്തവർ ഒരു ഏകദേശം കൊടുത്താലും മതി. ഇത് ഒരു ഇവർ ചോദിക്കുന്നതേ ഉള്ളൂ, ഇതിനകത്തുള്ള വെരിഫിക്കേഷൻ ഒന്നുമില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് കൃത്യമായി അത് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ UK പോകുമ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് സ്റ്റേ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്, ഇല്ലെന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെസിഫിക് ആയ സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഇല്ലെന്നാണ് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ UK ട്രാവൽ ഹിസ്റ്ററിയാണ്. അതിനു മുമ്പ് നിങ്ങൾ UK പോയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ടിൽ എൻട്രി എക്സിറ്റ് ഡേറ്റ് ഓൾറെഡി കാണും, അത് നോക്കി തന്നെ കൊടുക്കുക. നമ്മളിവിടെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, 1 ഇട്ടു. അത് കഴിഞ്ഞ് എന്നാണ് വന്നത്, എത്ര ദിവസം UK-യിൽ ഇതിനു മുമ്പ് നിന്നു എന്നുള്ളത് കൃത്യമായി കൊടുക്കുക. അതുപോലെ തന്നെ അന്നത്തെ പർപ്പസ് ഓഫ് വിസിറ്റും കൊടുക്കുക. നിങ്ങൾ UK-യിൽ എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, നോ അടിക്കുകയാണ്. നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു, ഇല്ലെന്ന് കൊടുത്തു. പിന്നെ UK ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു, നോ അടിച്ച് സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ചു. UK-യിൽ ഏതെങ്കിലും പബ്ലിക് ഫണ്ട് ആക്സസ് ഉണ്ടോ, അത് ഇല്ലെന്ന് കൊടുത്തു. ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം UK വിസ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അതും കൃത്യമായി എന്നാണ് വിസ ഇഷ്യൂ ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസും പാസ്പോർട്ടിലെ എൻട്രി എക്സിറ്റ് നോക്കി കൊടുക്കുക. ഇവിടെ നിങ്ങൾ ILR അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, UK ഇതിനു മുമ്പ് വന്നപ്പോൾ ഇല്ലെന്ന് കൊടുത്തു, നോ അടിച്ചു. ഇതിനു മുമ്പ് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ UK അല്ലാതെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു, നോ അടിച്ചു, നെക്സ്റ്റ് അടിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വേൾഡ് ട്രാവൽ ഹിസ്റ്ററിയും ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം നോ അടിക്കുകയാണ്, UK ഒഴിച്ചുള്ള രാജ്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിസ എപ്പോഴെങ്കിലും റെഫ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് നോ അടിച്ചിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുകയാണ്. നിങ്ങൾ UK നിയമങ്ങൾ എന്തെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇതിനു മുമ്പ് വിസ 150 ദിവസമാണ്, 185 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസം UK നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു, നോ അടിച്ച് സേവ് കണ്ടിന്യൂ അടിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ക്രൈംസിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം നോ അടിക്കുക, നെക്സ്റ്റ് അടിക്കുക. വാർ ക്രൈംസ് എന്നാണ് ചോദിക്കുന്നത്, അത് നമ്മൾ നോ അടിച്ചിട്ട് ഐ ഹാവ് റീഡ് ഓൾ എന്ന് പറഞ്ഞ് അടിച്ച് കണ്ടിന്യൂ അടിക്കും. നിങ്ങൾ എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അങ്ങനെ അതെല്ലാം നമ്മൾ നോ അടിച്ച് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നെക്സ്റ്റ് അടിച്ച് പോവുക. എല്ലാം നോ തന്നെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പേഴ്സൺ ഓഫ് ഗുഡ് ക്യാരക്ടർ ചോദിക്കുക, അതെല്ലാം നോ തന്നെ അടിക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നോ അടിച്ചിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. പിന്നെ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ആർമിയിലോ അങ്ങനത്തെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ യാത്രയെപ്പറ്റി ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് എൻ്റർ ചെയ്യുക, എന്നിട്ട് സേവ് അടിക്കുക. അപ്പം നിങ്ങൾ ഇപ്പോൾ എൻ്റർ ചെയ്തേക്കുന്നതിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത്രയും നമ്മൾ എൻ്റർ ചെയ്തേക്കുന്നത് അതെല്ലാം ഒന്നും കൂടെ റിവ്യൂ ചെയ്യുക. എല്ലാം എൻ്റർ ചെയ്തേക്കുന്നത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തുക. പാസ്പോർട്ട് നമ്പർ പ്രത്യേകിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ കൊടുത്തേക്കുന്ന പൈസ, അതായത് നിങ്ങളുടെ സേവിങ്സ് കാണിച്ചിരിക്കുന്നു, UK-യിൽ എത്ര രൂപ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് കാണിച്ചു, അതെല്ലാം കൃത്യമായിട്ട് കറക്റ്റ് ആണോ എന്നൊന്നും കൂടെ ഡബിൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക ഏറ്റവും താഴെ. അടുത്തത് നിങ്ങൾ UK വരാൻ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. ആ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പാസ്പോർട്ട് എന്തായാലും വെക്കണം. പിന്നെ കുറച്ച് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സും കൂടെ അവർ ചോദിക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സിനെ പറ്റി ഞാൻ കൃത്യമായി പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ആ ചെക്ക് ലിസ്റ്റ് ഇപ്പം ഈ സ്ക്രീൻ കാണുന്ന പോലെ എല്ലാം ടിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. പിന്നെ അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ വിസിറ്ററായിട്ട് UK വരുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്നുള്ള ഒരു ലിസ്റ്റാണ്. അത് നിങ്ങൾ എല്ലാം വായിച്ചു എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ അടിക്കുക. അതായത് ഇവിടെ വന്നിട്ട് ഈ ലോയിൽ എന്തെങ്കിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റമായിരിക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ വന്നിട്ട് NHS-ൽ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, അതിന് പൈസ കൊടുക്കണം. അതെല്ലാം നിങ്ങൾക്ക് അറിയാം എന്നുള്ളതിൻ്റെ വായിച്ചിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. അടുത്ത നമ്മുടെ ഒരു ഡിക്ലറേഷനാണ്. ഇത്രയും പോരാത്തതിന് വേറൊരു ഡിക്ലറേഷനും കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് 18 വയസ്സിന് മേളിലുണ്ട്, അതായത് ആപ്ലിക്കൻ്റ് 18 വയസ്സിന് മേളിലുണ്ടെന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നു. പിന്നെ ഒരു അക്സെപ്റ്റൻസും കൂടെ ചോദിക്കുക, അതും കണ്ടിന്യൂ അടിക്കുക. നിങ്ങളുടെ വിസിറ്റിംഗ് വിസയുടെ ലെങ്ത് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 6 months ആണ് കൊടുക്കുന്നത്. അതായത് ദിവസം കൂടുന്നതനുസരിച്ച് പൈസയും കൂടും, അതുകൊണ്ടാണ് അവരത് ചോദിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് 10,000 രൂപ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് 100 pound ആയിരുന്നപ്പോഴാണ് ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത്. ഇപ്പം ഒരു 11,000 സംതിങ് ആയിരിക്കും പൈസ. അപ്പോൾ ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക.
അടുത്തെന്ന് പറഞ്ഞാൽ പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് അടിച്ച് വിട്ടാൽ മതി. ഇവിടെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ചിട്ട് ചെയ്യാൻ. ഞാൻ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്ത്, ഒരു പ്രശ്നമില്ലായിരുന്നു, സക്സസ് ആയിരുന്നു. പേയ്മെൻറ്റ് ഇവിടെ പെൻഡിങ് എന്ന് കാണിക്കും. ഈ പേജിൽ നിങ്ങൾ ഒന്നും ചെയ്യല്ലേ, ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി. പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വരുന്നു. നമുക്കൊരു UKVI റെഫറൻസ് നമ്പറും ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആദ്യം കൊടുത്ത ഇമെയിൽ ID-യിലോട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്ന പോലെ. അപ്പോൾ അതിനകത്ത് കാണിക്കും നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ബയോമെട്രിക് ബുക്ക് ചെയ്യുക, പിന്നെ TB ടെസ്റ്റ് ആവശ്യമുള്ളവർക്ക് അത് എടുക്കുക. അതാണ് പ്രധാനമായിട്ട് ഉള്ളത്. പിന്നെ അടിയിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിൽ കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കുറച്ച് കഴിഞ്ഞ് ചെയ്യണമെങ്കിൽ സൈൻ ഇൻ ടു യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ആ ലിങ്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഈ സെയിം പേജിലേക്ക് തന്നെ, നേരത്തെ നമ്മൾ കണ്ട ആ പേജിലേക്ക് തന്നെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ആ സൈൻ ഇൻ ടു യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആ പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അപ്പം തന്നെ ഇവിടെ മാൻഡേറ്ററി ആക്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, ഡൗൺലോഡ് ചെക്ക് ലിസ്റ്റ്. അപ്പം നമുക്ക് ആ ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ട ആ സാധനങ്ങൾ, അപ്പം നിങ്ങൾ നേരത്തെ കണ്ട ആ ഡോക്യുമെൻറ്റ്സ്, ആ മാൻഡേറ്ററി ആയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ആ ചെക്ക് ലിസ്റ്റിൽ കാണുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്, അതായത് ആപ്ലിക്കേഷൻ എന്നുള്ള സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇനി അടുത്ത് നമ്മൾ ബയോമെട്രിക്സിൻ്റെ ബുക്കിംഗ് കാണിക്കാൻ പോകുന്നത്. ബയോമെട്രിക് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ VFS അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. പ്രൊവൈഡ് യുവർ ബയോമെട്രിക്സ് എന്നുള്ള ഒരു പേജ് വരും, അതിൽ കണ്ടിന്യൂ അടിക്കുക. അന്നേരം നമുക്ക് VFSൻ്റെ ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ പേജ് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ GWF റെഫറൻസ് നമ്പർ ഇവിടെ കാണാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ VFS അപ്പോയിൻമെൻറ്റിന് പോകുമ്പോഴും ഈ നമ്പർ നമ്മൾ കാണിക്കാം. നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ വലിയ അക്ഷരത്തിൽ ഈ GWF റെഫറൻസ് നമ്പർ എഴുതി കൊടുത്താൽ പ്രത്യേകിച്ച് വേറെ പ്രിൻ്റ് ഔട്ട് ഒന്നും എടുക്കാതെ തന്നെ നമുക്കത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നവർ പ്രിൻ്റ് ഔട്ട് എടുത്ത് പോവുക തന്നെ ചെയ്യുക. ഇവിടെ നമ്മൾ ഏത് VFS സെൻറ്ററിലാണോ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ആദ്യം കാണിക്കുന്നത്. അവിടുന്ന് നമ്മൾ VFS കൊച്ചി ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഏത് വിസയാണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയുടെ സ്റ്റാൻഡേർഡ് എന്ന് വന്നിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ കൊച്ചി VFS സെൻറ്റർ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ അടിക്കുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ്, നിങ്ങൾ എന്നാണോ പോകാൻ ഉദ്ദേശിക്കുന്ന ആ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ആണ്. അതായത് എന്നാണോ ബയോമെട്രിക്കിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഡേറ്റ് ആണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഗ്രേ കളറിലുള്ള ദിവസം ഒഴിച്ച് ബാക്കി ഗ്രീൻ കളറിൽ കാണുന്ന ഒരു ഡേറ്റ് എടുക്കാനാണ് ഞാനിവിടെ സെപ്റ്റംബർ 3, 2023 ആണ് ഡേറ്റ് എടുക്കുന്നത്. ഇത് കുറച്ച് നേരത്തെ ഞാൻ എടുത്താണ്. വീഡിയോ ഇപ്പം റെക്കോർഡ് ചെയ്യുന്നെങ്കിലും സ്ക്രീനൊക്കെ ഞാൻ ആ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എടുത്തു വെച്ചതാണ്. അപ്പോഴാണ് സമയം കിട്ടിയത് വീഡിയോ ഇടാൻ. അപ്പോൾ ഈ ഡേറ്റ് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏത് സമയത്താണ് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ 9:30 സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് എറണാകുളത്ത് വരുന്നത്, അതുകൊണ്ടാണ് ഞാനൊരു 9:30 ടൈം കൊടുത്തത്. നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിൽ നേരത്തെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം അനുസരിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. ഇനി അടുത്തത് നമ്മൾ VFSന്ന് ഏതൊക്കെ സർവീസസ് ആണ് എടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ SMS എടുക്കുന്നുണ്ട്, പിന്നെ പാസ്പോർട്ട് കൊറിയറായിട്ട് അയക്കുന്ന ഓപ്ഷൻ എടുക്കുന്നുണ്ട്. നമുക്ക് കോട്ടയത്തെ ബ്ലൂ ഡാർട്ടിലോട്ടാണ് പാസ്പോർട്ട് വരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ മാനുവലായിട്ട് കളക്ട് ചെയ്യുകയാണ് നോർമലി ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സർവീസേ ഞാൻ VFSന്ന് എടുക്കുന്നുള്ളൂ. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അങ്ങനത്തെ ഒരു സർവീസും എടുക്കുന്നില്ല. കാരണം അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ ചെക്കിങ്ങിൻ്റെ ആവശ്യമില്ല. തെറ്റൊന്നും വരാതെ നമ്മൾ സൂക്ഷിച്ച് ചെയ്താൽ മതി. അപ്പം കൊറിയർ സർവീസിന് 675 രൂപയും SMS സർവീസിന് 195 രൂപയുമാണ് നമുക്കിവിടെ ചിലവ് വരുന്നത്. ഏതൊക്കെ സർവീസാണ് നിങ്ങൾക്ക് വേറെ അഡീഷണൽ സർവീസ് വേണേൽ അത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ അടിക്കുക. അപ്പം നമുക്ക് കൊറിയർ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീട്ട് അഡ്രസ്സ്, പാസ്പോർട്ടിലുള്ള ആ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. അപ്പം ഇവിടെ ഡോട്ട് കോമയൊന്നും ഇല്ലാതെ ഇരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ പേയ്മെൻറ്റ് സക്സസ് ആകുമ്പോൾ VFS ബുക്കിംഗ് അപ്പോയിൻമെൻറ്റ് സക്സസ് ആയി എന്ന് പറഞ്ഞുള്ള ഒരു പേജും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇപ്പം നമ്മൾ മേജറായിട്ടുള്ള 2 സ്റ്റെപ്പും കഴിഞ്ഞ് ഇനി നമുക്ക് ഒരേ ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ ബാക്കി.
അതായത് നമുക്കുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. അപ്പം ഞാൻ ആ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളെ അതിന് മുമ്പേ കുറച്ച് മാൻഡേറ്ററി ചെക്ക് ലിസ്റ്റിനെ പറ്റി ഒരു 2 മിനിറ്റ് അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡും കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തേക്കുന്നതാണ് നമ്മുടെ മാൻഡേറ്ററി ആ ചെക്ക് ലിസ്റ്റ്. ഇത് ഡൗൺലോഡ് ചെയ്യുന്ന ഓൾറെഡി ഞാൻ നേരത്തെ കാണിച്ചതാണ്. അപ്പം നിങ്ങളുടെ UKVI സൈറ്റിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോക്കുക, ഫസ്റ്റ് ഡോക്യുമെൻറ്റ്, ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടാണ്. അത് നമ്മൾ എടുക്കാൻ നോക്കുക. ഈ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടുള്ള എല്ലാം നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ഈ പാസ്പോർട്ടിൻ്റെ ഫിസിക്കൽ കോപ്പി നമ്മുടെ കയ്യിലും ഇതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി നമ്മൾ VFSൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അത് ഞാൻ ആ സമയമാകുമ്പോൾ കാണിച്ചു തരാം. അതാണ് നമ്മുടെ ഫസ്റ്റ് മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്. ഇനി അടുത്ത നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിഡൻസ് ഓഫ് ഫണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് ഇത്ര പൈസ നമ്മുടെ കയ്യിലുണ്ട്, ഇത്ര രൂപ നമ്മൾ ഓരോ മാസം ചിലവാക്കുമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ഡോക്യുമെൻ്റായ നമ്മുടെ ബാങ്കിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾ VFSൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അത് കയ്യിൽ എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് VFS സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മതി. സ്പോൺസറിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി എവിഡൻസ് ആണ് ചോദിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് വേണ്ട അവരുടെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വേണം, അവരുടെ ടെനൻസി, കാരണം നിങ്ങൾ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ആ ടെനൻസി സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണം. പിന്നെ അവരുടെ ഫൈനാൻഷ്യൽ പ്രൂഫ്, അവരുടെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഫണ്ട് വല്ലതും ചിലവാക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫ് വേണം. പിന്നെ അവരുടെ പാസ്പോർട്ട്. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ VFS സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്പോൺസറും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ചോദിക്കുന്നുണ്ട്. നോർമലി പേരൻസ് ചിൽഡ്രൻ ഒക്കെ ആണെങ്കിൽ അത് പാസ്പോർട്ടിനകത്ത് തന്നെ ആ ഡീറ്റെയിൽസ് കാണും. അല്ലാത്ത ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. ഇൻവിറ്റേഷൻ ഫ്രം ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ ലെറ്റേഴ്സ് ഒക്കെ മതി. ഈ കാണുന്ന ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ എടുക്കാൻ, ഈ ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ നോക്കാം. ഇനി ഞാൻ VFSൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന കാണിക്കാം. അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഇപ്പം നമ്മൾ VFSൻ്റെ ആ ലിങ്കിൽ ലോഗിൻ ചെയ്യുക, ആ ഹോം പേജിൽ സെൽഫ് അപ്ലോഡ് എന്ന് പറഞ്ഞ ആ ടാബിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പ്രൊവൈഡ് ബയോമെട്രിക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ലോഗിൻ ചെയ്ത പേജിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ കറക്റ്റ് ഈ നിങ്ങളുടെ VFSൻ്റെ ഹോം പേജിൽ പോയിട്ട് അവിടുന്ന് സെൽഫ് അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ചെല്ലുക. എന്നിട്ട് അപ്ലോഡ് ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച ആ മാൻഡേറ്ററി ചെക്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെയും ചോദിക്കും. അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അത് ഓരോരോ ഗ്രൂപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ടാബ് അനുസരിച്ച് നിങ്ങളുടെ റിലവൻ്റ് ആയിട്ടുള്ള ഫയൽസ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞ ഒരു ടാബുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസറിൻ്റെ ടെനൻസി ഡീറ്റെയിൽസ് ഇടാം. നിങ്ങളത് അതേസമയം വല്ല ഹോട്ടലിലാണ് താമസിക്കുന്നത്, ഹോട്ടലിൻ്റെ അവിടുത്തെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അടുത്തത് ഫൈനാൻഷ്യൽ എവിഡൻസും ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ, നിങ്ങളുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ടിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടിലുള്ളതാണെങ്കിൽ കൂടുതൽ ഫണ്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് ഈ ടാബിൽ അപ്ലോഡ് ചെയ്യുക. ഇവിടെ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഉള്ള പ്ലേസിലാണ് ഞാൻ ഒരു ആപ്ലിക്കൻറ്റിൻ്റെ കവർ ലെറ്റർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ടെംപ്ലേറ്റ് ഞാൻ അറ്റാച്ച് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാം. പിന്നെ ആപ്ലിക്കൻറ്റിൻ്റെ പാസ്പോർട്ട്, ഇത് രണ്ടും ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഈ ഒരു ടാബിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അടുത്ത സ്പോൺസർ എവിഡൻസിനകത്ത് സ്പോൺസറിൻ്റെ പാസ്പോർട്ട്, സ്പോൺസറിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ, ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക. പിന്നെ എംപ്ലോയ്മെൻറ്റ്, എവിടെ ജോലി ചെയ്യുന്ന അങ്ങനത്തെ സാലറി ഡീറ്റെയിൽസ് വേണമെങ്കിലും അവിടെ അറ്റാച്ച് ചെയ്യാം. പ്രൂഫ് ഓഫ് റിലേഷനകത്ത് നോർമലി പാസ്പോർട്ട് തന്നെ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ പാസ്പോർട്ടിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ആ ഡീറ്റെയിൽസ് വെച്ചാൽ മതി. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടാണ് BRPയും, അതായത് UKയിലുള്ള നമ്മുടെ സ്പോൺസറിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻ ചോദിക്കുന്നിടത്ത് BRPയും എംപ്ലോയ്മെൻറ്റ് ലെറ്ററും കൂടെ വെച്ചിട്ടുണ്ട്. അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതും കൂടെ അപ്ലോഡ് ചെയ്യുക. പിന്നെ നമുക്ക് വിസിറ്റിംഗ് വിസ ആയതുകൊണ്ട് ട്യൂബർകുലോസിസിൻ്റെ ആവശ്യമില്ല, സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അപ്പം ഞാൻ ഏകദേശം എൻ്റെ കുറച്ച് വേറെ റിക്വയർമെൻറ്റും കൂടെ ഉണ്ടായതുകൊണ്ട് ഏകദേശം 10-13 ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് അത് കൂടാൻ കുറയാം, അതൊന്നും കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെ കുറവുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മെയിൽ അയക്കും.
അപ്പം അങ്ങനത്തെ കാര്യത്തിൽ പേടിക്കേണ്ട. മാക്സിമം നമ്മൾ ഡോക്യുമെൻ്റ് അവർ ഈ പറയുന്ന അനുസരിച്ചുള്ള ഡോക്യുമെൻ്റ് മാത്രം വെച്ചാൽ മതി. എന്നിട്ട് അപ്ലോഡ് കൊടുക്കുക. അപ്പം ഇതോടെ നമ്മുടെ മെയിൻ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ VFS സെൻറ്ററിൽ പോയി അന്ന് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അന്ന് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തില്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ ഈ GWF നമ്പർ ഇച്ചിരി വലിയ അക്ഷരത്തിൽ എഴുതി അവരെ കൊടുത്താലും മതി. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് തന്നെ എടുക്കണമെങ്കിൽ എടുത്തുകൊണ്ട് പോയി. ഈ എവിഡൻസിൻ്റെ ഒന്നും പ്രിൻ്റ് ഔട്ടിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്തതുകൊണ്ട്. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ആ VFSനകത്ത് അപ്ലോഡ് അവർ സഹായിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് ഈ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യും. ആ സർവീസ് അല്ലെ അവിടെ ചെന്ന് പറഞ്ഞാലും അവർ ചിലപ്പോൾ സഹായിക്കും. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ഒരു ഓവർവ്യൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. ഒന്നുകിൽ ഞാൻ അടുത്ത വീഡിയോ ആ സംശയങ്ങൾക്കായിട്ട് സംശയം മാറ്റുന്ന രീതിയിലുള്ള വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ ഈ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് UK വിസിറ്റിംഗ് വിസ എടുക്കാൻ പറ്റും. ഇത് ഞാൻ എടുത്തതായതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ UK വിസിറ്റിംഗ് വിസയുടെ പ്രൊസീജിയേഴ്സ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ആ കമൻറ്റിനനുസരിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത ഉടനെ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.